ഹലോ ഗായ്സ്, വെൽക്കം ടു ഇസാനോസ് വേൾഡ്. അപ്പൊ നമ്മളൊന്ന് ചായ കുടിക്കാൻ വന്നേക്കാം കേട്ടോ. അപ്പൊ ഇതൊരു മിനി ലുലുമാളാണ് കേട്ടോ. ഇവിടെ 11 ഷോപ്പുകളുണ്ട്. നമുക്ക് എല്ലാ ഷോപ്പുകളും ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷെ എല്ലാ ഷോപ്പുകളും തുറന്നിട്ടില്ല, ഓരോന്ന് ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ ഗൈസ്. നമ്മൾ കഴിക്കാൻ പോണത് മുട്ട പപ്സും ലൈമുമാണ്. ചായ കുടിക്കാന്ന് വിചാരിച്ചു കയറിയതാണ്, പക്ഷെ അവിടെ ചായ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് മുട്ട പപ്സും ലൈമും വാങ്ങി. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മിനി പാർക്കിന്റെ അവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. പിന്നെ ഹലോ ഗായ്സ്, അപ്പൊ ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാട്ടോ. കൊറോണ കാലത്ത് കൈ കഴുകണ പോലെയാണ് കൈ കഴുകണത് ഞാൻ. എന്താന്ന് വെച്ചാൽ എനിക്ക് സോപ്പും വെള്ളവും കണ്ടുകഴിഞ്ഞാൽ കുറെ നേരം കൈ കഴുകണം. ഇവിടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൈ കഴുകാൻ പറ്റിയ കുഞ്ഞു വാഷ് ബേസിനൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. നല്ല സുഖമായി കഴുകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓർഡർ ചെയ്ത പപ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലൈമ് വാങ്ങണത്. നിങ്ങൾക്ക് സോസ് ഇഷ്ടമാണ്? എനിക്കിഷ്ടം. മുട്ട പപ്സ് കഴിക്കാൻ ഞാൻ സോസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മുട്ട പപ്സ്. ഇവിടെ കൊടുത്തേക്കണത് ഒരു ഫിഷ് ബിരിയാണി ഒക്കെ കിട്ടണ ഷോപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പപ്സിന്. ഈ കടയുടെ പേര് മാപ്പിൾ. ഇവിടെ ബിരിയാണി മന്തിയൊക്കെ കിട്ടണതാട്ടോ. ഈ കടയുടെ പേര് കേക്ക് പീസ് എന്നാണ്. ഇവിടെ പാസ്ട്രീസ് കേക്കും കിട്ടുന്നതാണ്. ഫ്രൈക്കോ എന്ന് പറഞ്ഞ കടയാണ്. ഇവിടെ ബർഗർ ഫ്രൈസ് ഒക്കെ കിട്ടണതാ. എനിക്ക് തണുത്ത സാധനങ്ങളൊന്നും പറ്റൂല, പക്ഷെ ഈ ലൈമില് പപ്പഴം തണുത്തതായിരുന്നു, എനിക്ക് തണുപ്പില്ലാത്തതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ജസ്റ്റ് മാറ്റി. എന്നിട്ട് പപ്പനൊന്ന് പറ്റിച്ചേന്നു ഞാൻ. സുഖല്ലേ ഇതൊക്കെ. തണുത്ത ലൈമിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ തണുക്കാത്ത ലൈമിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറെ വണ്ടി. ഇവിടെയാണ് ഇതിന്റെ ഗാർഡന്റെ ഭാഗം. അപ്പോ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുറത്ത് അകത്തും ആൾക്കാർക്കൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. നല്ല രസമാണ് അവിടെ. ഇടയ്ക്ക് ഞാൻ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ പപ്സ് കഴിച്ചതിന്റെ അവസ്ഥ ഒക്കെയാണ് പാത്രത്തിന്റെ. എന്ന് പറഞ്ഞിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ ഗൈസ്, അപ്പൊ നമ്മൾ പോവാൻ പോവാണ്. ഇതാണ് മിനി പാർക്ക് പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് പോവാൻ പോവാണ് കേട്ടോ. ഈ കടയുടെ പേര് എന്താന്ന് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ. ഈ കടയുടെ പേര് ദർബാർ ഫുഡ് കോർട്ട് എന്നാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി ഗൈസ്. അപ്പൊ പേര് മറക്കണ്ട, ദർബാർ ഫുഡ് കോർട്ട്. താങ്ക് യു. ബൈ ഗൈസ്.